ഊന്നുകല്ലിൽ കൊല്ലപ്പെട്ട വേങ്ങൂർ കുന്നത്ത് താഴെ ശാന്തയുടെ മൊബൈൽ ഫോണും ബാഗും കോതമംഗലത്ത് കുരൂർത്തോട്ടിൽ നിന്ന് കണ്ടെടുത്തു. തെളിവെടുപ്പിനിടെ പ്രതി രാജേഷ് ചൂണ്ടിക്കാണിച്ച സ്ഥലത്തു നിന്നാണ് ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം ഇവ കണ്ടെത്തിയത്. റിമാൻഡിലായിരുന്ന പ്രതിയെ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചിട്ടുള്ളത്. ഊന്നുകല്ലിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ വച്ച് വേങ്ങൂർ സ്വദേശിനി ശാന്തയെ കൊലപ്പെടുത്തി മൃതദേഹം ഒളിപ്പിച്ച കേസിലെ പ്രതി അടിമാലി സ്വദേശി രാജേഷ് റിമാൻഡിലായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ശാന്തയുടെ മൊബൈൽ ഫോണും ബാഗും കോതമംഗലത്ത് കുരൂർത്തോട്ടിൽ ഉപേക്ഷിച്ചതായി രാജേഷ് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരുന്നതാണ്. പോലീസിന് വേണ്ടി ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം ആണ് കുരൂർത്തോട്ടിൽ മുങ്ങിത്തപ്പിയത്. പ്രതി ചൂണ്ടിക്കാണിച്ച ഭാഗത്തു നിന്നു തന്നെ ഫോണും ബാഗും ലഭിച്ചു. ആദ്യം ഫോണാണ് കിട്ടിയത്. ബാഗിനുള്ളിൽ സാധന സാമഗ്രികളൊന്നും ഉണ്ടായിരുന്നില്ല. കല്ല് ഇട്ട ശേഷമാണ് പ്രതി ബാഗ് തോട്ടിലെറിഞ്ഞത്. ഇതുമൂലമാണ് ബാഗ് ഒഴുകിപ്പോകാതിരുന്നത്. ഫോണും ബാഗും ശാന്തയുടേതാണെന്ന് ഉറപ്പാക്കാൻ പരിശോധന നടത്തേണ്ടതുണ്ടെന്ന് പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു. ഇവിടെ കളഞ്ഞ 1-2 വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട്. മൊബൈൽ ഫോണും ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്. അതിന് പരിശോധന നടത്തണം. അതിന് സാക്ഷികളെ കണ്ടെത്തി ശാന്തയുടെ വസ്ത്രങ്ങൾ ഒഴുക്കിയ ഊന്നുകല്ലിലെ തോട്ടിലും പോലീസ് രാജേഷുമൊത്ത് തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിനും വീടിന്റെ പൂട്ടുപൊളിക്കാനും ഉപയോഗിച്ച ചുറ്റികകൾ രാജേഷ് താമസിച്ചിരുന്ന നേര്യമംഗലത്തെ വാടക വീട്ടിൽ നിന്നും പോലീസ് നേരത്തെ തന്നെ കണ്ടെടുത്തിരുന്നു. ശാന്തയുടെ ആഭരണങ്ങൾ അടിമാലിയിൽ നിന്നാണ് പോലീസ് വീണ്ടെടുത്തത്. ഈ മാസം 18-ന് നടത്തിയ കൊലപാതകം പുറം ലോകം അറിഞ്ഞത് 22-നാണ്. തുടർന്ന് ഒളിവിൽ പോയ രാജേഷിനെ ബുധനാഴ്ചയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. GTV ന്യൂസ്, കോതമംഗലം.